ലൂക്കോസിന്റെ സുവിശേഷം 19:9. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഇത് സക്കായിയെ കുറിച്ചാണ് പറയുന്നത്. ധനവാനായ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിയുടെ വീട്ടില് കർത്താവ് കടന്നു വന്നു. സക്കായിക്ക് മാനസാന്തരമുണ്ട്. സക്കായിക്ക് നീളയില്ലായിരുന്നു, കുറിയനൻ. അതുകൊണ്ട് ഒരു അത്തിവൃക്ഷത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശു അറിഞ്ഞു. വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്ന് യേശു മുകളിലേക്ക് നോക്കി, സക്കായിയെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ കൂടെ വസിക്കണം. ഇതാണ് ഭാഗ്യപദവി. നമ്മള് ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് മുമ്പ് യേശു അറിയുന്നു. അങ്ങനെ ഒരു നല്ല ചിന്ത നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മക്കളുടെ കുടുംബാംഗങ്ങളില്, മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങള് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി ആ ഒരു ചിന്ത കടന്നു പോകണം. അത് ആ ചിന്ത എത്ര ശക്തമേറിയതായിരിക്കണം, യേശുവിന്റെ ശബ്ദമായിരിക്കണം. അവരെവിടെ പോകാന്? തിരിച്ചു വരുമെന്ന്. അനേക ദുഃഖിച്ചിരിക്കുന്ന മക്കളോട് ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വിശ്വസ്തൻ. ഇന്ന് ഈ ഭവനത്തിൽ സക്കായിക്ക് മനസ്സാന്തരം വന്നതോടുകൂടി ഈ ഭവനത്തിന്, ഇവൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഇവന് രക്ഷ കിട്ടിയിരിക്കുന്നു. അതെ, കാണാതെ പോയതിനെ അന്വേഷിക്കാനാണ് യേശു വന്നെങ്കിൽ കാണാതെ പോയിരിക്കുന്ന അനേക മക്കൾക്ക് ഇതൊരു വിടുതലിന്റെ വചനമായിട്ട് മാറട്ടെ. ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. വിശ്വസ്തനായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.